വേനൽ ചൂടിൽ കേരളം ചുട്ടുപൊള്ളുകയാണ്. അതിരൂക്ഷമായ ചൂടാണ് എല്ലായിടങ്ങളിലും അനുഭവപ്പെടുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ ചുറ്റും വെള്ളമാണ് കുട്ടനാട്ടിൽ. പക്ഷേ രൂക്ഷമായ കുടിവെള്ള പ്രതിസന്ധി നേരിടുന്ന കേരളത്തിലെ പ്രദേശങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. നാളുകളായി വെള്ളമില്ലാതായിട്ട്. നിങ്ങൾ കുടിവെള്ളത്തിന് എന്താ ചെയ്യുക? എന്ത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുമല്ലോ, എന്നാ ചെയ്യും? കാശ് കൊടുത്ത് മേടിക്കാനാണെങ്കിൽ എൻ്റെ വീട്ടിലാണ് 2 പേര് വയ്യാത്തവരാ, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എല്ലാത്തിനെയും പൈസ കൊടുക്കാൻ പോയാൽ എന്ത് ചെയ്യും നമ്മൾ? പഞ്ചായത്തുകാരൊന്നും പറയുന്നില്ല, അവർ തരും 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 നന്നാക്കുന്നുണ്ട് പൊട്ടിക്കിടക്കുവാണ് എന്ന് പറഞ്ഞു. പ്രാവശ്യം ഉപ്പളം കയറ്റി വിട്ടു. എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുമായിരുന്നു. ഉപ്പളം കയറ്റി വിട്ടിട്ട് എന്നെടുക്കാനോ? ചൂട് ഇപ്പം ഭയങ്കര ചൂടും വെള്ളവും ഇല്ല, കുടിക്കാൻ പോലും വെള്ളമില്ല. ഈ പ്രദേശത്തും ഒന്നും വെള്ളമില്ല? ഒരിടത്തും ഇല്ല. ഞങ്ങൾ ഇവിടെ ഈ സൈഡിലുണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വന്ന് വള്ളത്തെ, ഇതുപോലെ ചെറിയ വള്ളത്തെ വന്ന് എടുത്തോണ്ട് പോയിരുന്നു. അപ്പോൾ അതും ഇല്ല, അതായി. എവിടെ പോവാ വെള്ളം എടുക്കാൻ? എവിടെ പോവാ? എവിടെ നിന്ന് കിട്ടും വെള്ളം? വെള്ളം എടുക്കാൻ ആറ്റിലെ വെള്ളമാണ്. വേറെ വെള്ളമില്ല ഇവിടെ. അവസ്ഥ ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം ഞങ്ങളുടെ കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരാഴ്ചയായിട്ടില്ല. നമ്മൾ പൈസ കൊടുത്താണ് കണക്ഷൻ എടുത്ത് 10,000 രൂപ കെട്ടിവെച്ച്. അപ്പൊ അതിനകത്തുനിന്നായിരുന്നു വെള്ളം വരും. നല്ല വെള്ളം വരുമ്പോ എടുക്കും. ഒന്നിരാടം വരും. ചിലപ്പോൾ 2 ദിവസം കൂടും വരും. എന്നാലും ഞാൻ എടുത്ത് വലിയ പാത്രത്തിൽ നിറയ്ക്കും. അതാകുമ്പോ ഇപ്പൊ ഒരാഴ്ചയായിട്ടില്ല. വീട്ടിലൊട്ടും വെള്ളമില്ല? ഇല്ല. ഇന്ന് കുളിച്ചത് ഉപ്പ് വെള്ളത്തിൽ. ഉപ്പുവെള്ളത്തിലാണോ? ഉപ്പ് വെള്ളം ഭയങ്കര ഉപ്പാവും. കാർത്തി വലിയ പ്രതിഷേധം ഉണ്ടോ ആളുകൾക്ക്? പിന്നെ ഇഷ്ടംപോലെ പ്രതിഷേധം. ഇതേ ഇപ്പൊ വള്ളത്തെ വെള്ളം വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ഈ കുടം എടുത്ത് കഴുകിയത് ഒരു കുടം എടുക്കാന്നും പറഞ്ഞു തരുമെങ്കിൽ. എപ്പം പൈപ്പിൽ നമ്മുടെ വീട്ടിൽ കണക്ഷൻ ഉണ്ടല്ലോ, എന്നാ നമുക്ക് എടുത്തു വെക്കാം. അങ്ങനെ എടുത്തു വെക്കാം, അല്ലെ എന്നും കാണൂല്ലോ. പണ്ടൊക്കെ ഏതൊക്കെ സമയത്ത് വെള്ളം വരുമായിരുന്നു? ഇപ്പൊ ഭയങ്കര ചൂട് വന്ന് പ്രതിസന്ധി വന്ന സമയത്ത് വെള്ളമില്ല. വെള്ളമില്ല, അതാണ് സംഭവം. പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-10 ദിവസമായി വെള്ളം തീരെ ഇല്ലാതായിട്ട്. ഇത് ഇവിടെ ആൾക്കാർ പഞ്ചായത്ത് പറയുന്നുണ്ട്, എല്ലായിടത്തും ചെന്ന് പറയുന്നുണ്ട്. ഇതുവരെയായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ ഈ കണ്ടത്തിന്റെ നടക്ക് 4-ാം വാർഡില്ല എന്റെ വീട്. കണ്ടത്തിന്റെ നടക്ക് കിടക്കുന്ന വള്ളത്തേലും വെള്ളം വരുന്നില്ല, ഒരു രീതിയിലും വെള്ളമില്ല. എന്താ ചെയ്യാനാ ഞങ്ങൾ ഈ കണ്ടത്തിന്റെ നടക്ക് കിടക്കുന്ന ഞങ്ങൾ ആ ഉപ്പുവെള്ളമോ ആ വെള്ളമൊക്കെ കോരി ഉപയോഗിക്കുക, അല്ലെ എന്താ ചെയ്യും? ഇവിടുത്തെ മെമ്പർമാരോട് പറയുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ട്. ഈ കേസ് വെള്ളം ലഭ്യമാവത്തിന്റെ പൈപ്പ് പൊട്ടിക്കിടക്കുക, മെയിൻ ലൈൻ പൊട്ടിക്കിടക്കുക പറയുന്നത്. കൈനേരി ജംഗ്ഷനിൽ ആ റൂട്ടിൽ പമ്പിങ് നടക്കുന്ന പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുന്നതുകൊണ്ട് പാരലായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വെള്ളം കിട്ടും. അല്ലാതെ ഇക്കരയ്ക്ക് ടാങ്കിലേക്ക് നിറയ്ക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് 1.5 വിട്ട് രാവിലെ ഒരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ചാലിച്ച് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ഈ 5-10 ദിവസമായിട്ടാണ് ഈ വിഷയം വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കൈനകരിയിലെ ഈ മുണ്ടക്കൽ എന്ന് പറയുന്ന വാട്ടർ ടാങ്കിൽ അടിക്കുന്ന വെള്ളം കൊണ്ട് നമുക്ക് കിഴക്കൻ പ്രദേശത്തേക്ക് എത്തത്തില്ല. പക്ഷേ ജനങ്ങളെ വർഷാവർഷം പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വെള്ളം തരാമെന്നുള്ളത്. ഇത്തവണയും തന്നെ ശരിക്കും ഒരു 10 ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കുടിവെള്ളക്ഷാമമുണ്ട്. എങ്കിൽ പോലും അത് പ്രശ്നമില്ലാതെ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ തോടുകളിൽ പോളയില്ലായിരുന്നുകൊണ്ട് അന്നൊക്കെ എല്ലാവരും വള്ളത്തെ പോയി എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ തോടുകളിലൊക്കെ പോള നിറഞ്ഞതുകൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് കുടിവെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. തോട്ടിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുടിവെള്ളം ഇല്ലാതെ എന്നുള്ളൊരു ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ മുൻകാലങ്ങളിലൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്കും പ്ലാൻ ഫണ്ട് വെച്ചിട്ട് വള്ളത്തെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ വള്ളത്തെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കരയ്ക്കൂടെയും ട്രാങ്കിൽ എത്തിക്കാവുന്ന സംവിധാനം കിഴക്കൻ പ്രദേശത്തായിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, സർക്കാർ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. ഈ പഞ്ചായത്തിൽ മുഴുവനായിട്ടും 6-ാം വാർഡിൽ മാത്രമാണ് മഴവെള്ള സംഭരണിയുള്ളത്. കിയോസ്കുകളൊന്നും കിഴക്കൻ പ്രദേശത്തേക്ക് വന്നിട്ടില്ല, പടിഞ്ഞാറുമില്ല. കൈനേരിയുടെ സംഭവത്തിൽ കിയോസ്കുകളൊന്നും വിജയകരമല്ല. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് അത് തരേണ്ടതാണ്. പക്ഷെ ഇതുവരെ തന്നില്ല. 12, 13, 14 വരെ 15 വാർഡ് വെള്ളം കിട്ടുന്നില്ല. ഓരോരുത്തരും പൈസ കൊടുത്തെടുക്കുന്ന നമ്മുടെ അളിയച്ചനാണ്. അളിയൻ പോയി വെള്ളം എടുത്തപ്പോൾ 2 കുപ്പി വെള്ളം എടുക്കണതിന് 50 രൂപ 100 രൂപ കൊടുക്കണം. വണ്ടിയുണ്ട്, വള്ളമുണ്ട്. വള്ളത്തെപ്പോൾ എടുക്കുന്നുണ്ട് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ വെള്ളം എടുക്കാൻ പോകണം, നമ്മൾ 1 കുപ്പി വെള്ളത്തിന് 50 രൂപ കൊടുക്കണം. അത് ഈ 2 കുപ്പി വെള്ളം എടുത്താൽ വീട്ടിലേക്ക് അത് നടക്കത്തില്ല. അരി വെക്കാനും പറ്റില്ല, കുടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം ഉപ്പാണിത്. പാടശേഖരങ്ങളിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിലും അതിനകത്ത് കീടനാശിനികൾ വരുന്നു, ഉപ്പും വരുന്നു അല്ലേ? ഇപ്പോൾ ഇത് കൊയ്ത്തായതുകൊണ്ട് പാടശേഖരത്തിൽ പഠിച്ചാൽ ഉപ്പായതുകൊണ്ട് അവർ കയറ്റിയിടുക കളനാശിനി കളയാൻ വേണ്ടിയിട്ട്. പിന്നെ കലർന്നൊക്കെ വരുന്ന വെള്ളം തന്നെയാണല്ലോ എല്ലാം ഈ ആറ്റിലോട്ട് വരുന്ന കളർന്ന് വരുന്ന വെള്ളമൊക്കെ തന്നെയാണ്.
ഈ ഉപ്പുവെള്ളമാണോ നിങ്ങൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നത്? കുളിക്കാനും തുണി അലക്കാനൊക്കെ ഈ ഉപ്പുവെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. വെള്ളം കിട്ടുന്നില്ല. വെള്ളം കിട്ടാൻ ഞങ്ങൾ 50 രൂപ കൊടുത്ത് ഒരു കുടം വെള്ളം മേടിക്കുമോ? 2-3 ദിവസമായി മേടിച്ചിട്ട് വെള്ളം. അതിനെപ്പറ്റി ഒരു അധികാരികൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. കുടിവെള്ളമില്ലാതെ രൂക്ഷമായ പ്രതിസന്ധിയാണ്. വേറെ കുറെ ഇടങ്ങളുണ്ട്. അതായത് ഇവര് പറയുന്നത് ഇപ്പോ ഈ സ്ഥലമൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെയാ. കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പോളയൊക്കെ കയറി അടഞ്ഞ ഭാഗങ്ങളാണ്. അവിടെ വെള്ളം ഇറക്കി ആളുകൾക്ക് പുറത്തേക്ക് പോയി വെള്ളം പോലും സംഭരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി പരിശോധിക്കാം. പ്രദേശത്ത് എല്ലാം വെള്ളം കിട്ടുന്നില്ലെന്നാ പറയുന്ന. എത്രാം വാർഡുകാരിയാ? 15-ാം വാർഡ്. എന്നാ അവസ്ഥ എന്താ അവിടെ? അവിടെ വള്ളത്തെ കൊണ്ടിരുന്നില്ല വെള്ളം. ഇടയ്ക്ക് 2 മാസം കൂടി ഞങ്ങളുടെ ഒരു വീട്ടിന് ഒരു ദിവസമാണ് കിട്ടിയത്. 2 മാസം കൂടി ഒരു ദിവസം 400 ലിറ്റർ വെള്ളം. പിന്നില്ല വെള്ളം തുടങ്ങിയിട്ട്. പിന്നെ ഉപ്പുവെള്ളം വന്നപ്പം ഒട്ടുമില്ല. ഇപ്പം നല്ല ചൂടും കൂടിയാണല്ലോ. അപ്പോൾ ഈ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എനിക്കൊന്ന് ഇവിടെ കിട്ടുന്ന വെള്ളം ഉപ്പുവെള്ളമാണ്. അത് കുളിക്കാൻ പോലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു നിങ്ങൾ? എന്ത് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന ഇങ്ങനെ വെള്ളമില്ലാതെ എന്ത് ചെയ്യും? അതായപ്പോ പ്രശ്നം. വെള്ളമില്ല, വലിയ പ്രശ്നം തന്നെ. എത്ര ദിവസമായി കിട്ടിയിട്ട്? ഇപ്പം 2 ആഴ്ച കഴിഞ്ഞ് വെള്ളം കിട്ടിയിട്ട്. പൈപ്പിലും വെള്ളം വരുന്നില്ല, ഞങ്ങൾക്ക് കുടിക്കാനും ഇല്ല. ഉപ്പുവെള്ളമാണ് ഇപ്പൊ ഇവിടെ. ഞങ്ങളൊക്കെ ഇനി വല്ല പടിഞ്ഞാറക്കര എങ്ങാനും പോയി താമസിക്കാൻ പോയി. എല്ലാരും പോവുകയാണല്ലേ സത്യം പറഞ്ഞാൽ? എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾക്ക് അലക്കണം, കുളിക്കണം. ഇപ്പം തോട്ടിലേക്ക് നല്ലതാണെങ്കിൽ പിന്നെ ഞങ്ങൾ അതെങ്കിലും കോരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുകയോ അലക്കുകയോ ഒക്കെ ചെയ്യും. ഇപ്പം ഒന്നിനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമായിപ്പോയി ഞങ്ങൾക്കിപ്പോൾ. ഇങ്ങനെ ഇത്രയും നാളുകൾക്കകം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരിദ്ര്യം വന്നിരിക്കുന്ന. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? തോട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് പോള തിങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്ക് തോടുകളെല്ലാം ഈ പോള തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളം വെച്ച് ഉപയോഗിച്ച് പോയി എടുക്കാനും പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. അല്ലെ വള്ളത്തെ കൊണ്ടുവന്ന് തരണം ഞങ്ങൾക്ക് വെള്ളം. അതാരും കൊണ്ടുവരുന്നുമില്ല. പിന്നെ അങ്ങനത്തെ ഒരു ദുരിതമാണ് ഞങ്ങൾക്കിപ്പോൾ. വാർഡ് മെമ്പർമാരോടൊന്നും പരാതി പറഞ്ഞില്ല? അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇന്ന് വരും, നാളെ വരും, നാളത്തെ കഴിഞ്ഞ് അങ്ങനെയുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുവാണ്. വരും വെള്ളം വരും എന്നുള്ള. മിനിഞ്ഞാന്നൊരു മഴ പെയ്തപ്പോൾ ഒരു ശാലം മഴവെള്ളം കിട്ടി. അതിൽ കൂടെ ഒക്കെ ഇപ്പം ഞങ്ങൾ അങ്ങനെ കഴിയുന്നത്. വെള്ളം അനത്തി കുടിക്കുമോ? ഈ രണ്ടുപേരും ഒരേ വാർഡുകാരാണോ നിങ്ങൾ? അല്ല 3-ാം വാർഡ് അല്ല, ഇത് 15-ാം വാർഡ്. അപ്പൊ എല്ലായിടത്തും സാഹചര്യം ഇങ്ങനെയാണ്? എല്ലായിടത്തും ഇങ്ങനെയാണ്. വെള്ളം കിട്ടുന്നില്ല. കൈനേരി മൊത്തം എവിടെയോ പൊട്ടിക്കിടക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. 15 വാർഡാവുന്നു മിക്കയിടത്തും അങ്ങനെ തന്നെയാണ്. അതാണ് അവർ പറയുന്നത്. അതായത് കൈനഗിരിയിൽ 1 മുതൽ 15 വാർഡുകളുണ്ട്. ഈ 15 വാർഡുകളിലെ സാഹചര്യം ഇതാണെന്നാണ്. നമ്മൾ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലത്തും വെള്ളമാണ്. പക്ഷേ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല. കുളിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാനോ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ ഏറ്റവും അധികം പണം കൊടുത്ത് വെള്ളം വാങ്ങുന്ന ആളുകളാണ് ഈ കുട്ടനാട്ടിലെ പാവപ്പെട്ടവരെന്നാണ് പറയാൻ കഴിയുക. ഞാൻ 14 വാർഡ് നേരെ അക്കരെ താമസിക്കുന്നതാണ്. 11 ദിവസം ഇന്നത്തേക്ക് വെള്ളം. അരി വെക്കാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് വെള്ളം കിട്ടാത്തതിൻ്റെ പിന്നെ ഞങ്ങളിപ്പം ചപ്പാത്തി ഉണ്ടാക്കി തീറ്റിയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. ചപ്പാത്തി സോഡായും മേടിച്ച് കുടിക്കും. 20 രൂപയാണ് ഒരു കുപ്പി വെള്ളത്തിന് വാങ്ങിക്കുന്നത്. 20 രൂപ. ഈ 20 രൂപ കൊടുത്ത് ഒരു കുപ്പി വെള്ളം മേടിച്ചാൽ ഞാനും എൻ്റെ ഭാര്യയുണ്ട്. ഞങ്ങൾക്ക് ഒരു നേരം കുടിക്കാനുള്ളേ ഉള്ളൂ. പിന്നെ അടുത്ത 20 രൂപ കൊടുത്താലേ അടുത്ത പ്രാവശ്യം കുടിക്കാനൊക്കത്തുള്ളൂ. ഈ ചൂടിന് കുറഞ്ഞ ഒരു 10 ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞ് കുടിക്കണം. 10 ലിറ്റർ വെള്ളം വേണമെങ്കിൽ 200 രൂപ കൊടുക്കണം. ഈ ഒരു വരുമാനമില്ലാത്ത ഞങ്ങൾ ഈ 200 രൂപ വെച്ച് ദിവസം കൊടുക്കണമെങ്കിൽ എന്തെടുക്കും? വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങളോടൊന്നും വന്നിരുന്ന പറയുന്നുണ്ട്, ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്കാരും പറയും, അല്ലാത്തവരും എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ വോട്ട് ചെയ്യാൻ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയും, പഞ്ചായത്ത് മെമ്പറിനോട് പറയും, MLA യോട് വരെ പറഞ്ഞു. പക്ഷേ ഇതിലായിട്ടും അവർ പറയുന്ന മോട്ടർ കേടാണ്, പൈപ്പ് പൊട്ടിപ്പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വള്ളത്തെ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. അന്ന് ആ വള്ളത്തിലെ വെള്ളമെങ്കിലും ഞങ്ങൾക്ക് എന്താ അതും ഇല്ല. വണ്ടി വരും ഞങ്ങളുടെ വാതിക്കൽ. ആ വണ്ടി ടൗണിൽ നിന്ന് ഇവിടെ ഇല്ലെങ്കിൽ വെള്ളം വേറെ എവിടെ നിന്നാണ് കിട്ടുന്നതെങ്കിൽ അവിടെ നിന്ന് കൊണ്ട് ഞങ്ങൾക്ക് തരണ്ടേ? അരി വെക്കണ്ടേ? കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടാണ്, എന്തെടുക്കും? ഇതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. ഈ കൈനേരി പഞ്ചായത്ത് ഈ 14-ാം വാർഡിൽ ഒരിക്കലും വെള്ളം കിട്ടാത്തൊരു സ്ഥലമാണ്. ഇതാണ് ഞങ്ങൾ ഇപ്പം നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഓളപ്പാവം ലക്ഷം വീട്. ഞങ്ങൾ താമസിക്കുന്നത് 11 വീട്ടുകാരുണ്ട്. 11 വീട്ടുകാർക്കും വെള്ളമില്ല. അഥവാ പൈപ്പ് വെള്ളം വന്നാലും ഞങ്ങൾക്ക് വെള്ളം കിട്ടത്തില്ല. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്ഥിതി.
ഇത്രയും വെള്ളത്തിന്. എത്ര പ്രാവശ്യം വെള്ളം കുടിച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വെള്ളം കയറും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. 10 രൂപ കൊടുത്ത് ഇപ്പം മേടിച്ചതാണ്. ഇത്രയും ഒരു 10 മേടിച്ചാലും നമുക്ക് ദാഹം തീരത്തില്ല ഇത് കുടിച്ചാലും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കൈനേരിക്കാരെല്ലാം പുകഴ്ത്തി പറയുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ്. വെള്ളമില്ലെന്ന് പറയാൻ നോക്കും. നേരെ വാതിക്ക് മുഴുവൻ വെള്ളമാണ്. പക്ഷേ വായിലോട്ട് തൊടാൻ നോക്കത്തില്ല. ഉള്ള പോള ഈഞ്ഞതും വിഷവെള്ളവും പിന്നെ ഹൗസ് ബോട്ടുകാരുടെ മാലിന്യവും നാട്ടുകാരുടെ മാലിന്യവും ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുളിക്കാൻ പോലും വെള്ളമില്ല. കുളിക്കാൻ പോലും വെള്ളമില്ല. ഇതാണ് വെള്ളത്തിൽ കുളിച്ചാൽ മേല് പൊള്ളും. കാരണം ഈ ടാങ്കിനകത്തോട്ട് ഈ വെള്ളം ഒഴിച്ച് അടിച്ച് കയറ്റി 2 മണിക്കൂർ കഴിയുമ്പോൾ ടാങ്കിനകത്ത് ഇരിക്കുന്ന വെള്ളം പഴുത്ത് താഴോട്ട് വരുന്നു. അത് മേത്തോട്ട് വീണാനുള്ള സ്ഥിതി തന്നെ. മേലെല്ലാം പൊള്ളുക, മുഴുവൻ ചൂടുകുരു. ഇതൊക്കെയാണ് അവസ്ഥ. ദേഹം മൊത്തം ചൊറിയുമ്പോൾ ഞങ്ങളൊറ്റ ഈ ക്യാൻ വെള്ളം വാങ്ങിക്കത്തില്ല. അത് പിന്നെ ഒരു കലത്തിനകത്ത് എടുത്തിട്ട് അത് തലവഴി ഒഴിക്കുകയും ചെയ്യുന്നത്. ചൊറിച്ചിലാണ് ഈ കാണുന്ന കായലിലെ വെള്ളത്തിൽ. അത് ഞങ്ങൾ ടാങ്കിലോട്ട് അടിച്ച് കയറ്റും. പക്ഷെ അവിടെ കുറച്ചൊരു 10 മിനിറ്റ് കിടന്ന് കഴിയുമ്പോൾ പഴുക്കും. അദ്ദേഹത്തോട്ട് ഒഴിക്കുമ്പോൾ അതിന്റെ ചൂടാണ്. അപ്പം ഞങ്ങൾ ഈ വീടിന്റെ ആഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എടുത്താണ് തലവഴി ഒഴിക്കുക, ബക്കറ്റിനകത്ത് എടുത്ത് കുടിക്കുക. വാങ്ങുന്ന വെള്ളത്തിലാണ് ചൊറിച്ചിൽ മാറാനായിട്ട് കുളിക്കുന്നത്. ഈ വെള്ളത്തിൽ കുളിച്ച ദേഹം ചൊറിയും അല്ലേ? ഉപ്പുള്ള ഭയങ്കര ഉപ്പാണ്. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ഇങ്ങനെയാ? കുഞ്ഞു കുട്ടികളെയൊക്കെ ഇങ്ങനെയാണോ കുളിപ്പിക്കുന്നത്? ചെറിയ കുട്ടികളെയൊക്കെ ഇങ്ങനെയാണോ കുളിപ്പിക്കുന്നത്? ഈ അഴുക്ക് വെള്ളത്തിലാണ്? ഇത് തന്നെ കുളിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് പിന്നെ മറ്റേ ക്യാൻ വെള്ളം ഒഴിക്കും. ഇതാണ് അവസ്ഥ. ദയനീയമായ സാഹചര്യമുണ്ട് ഇവിടെ. ഒരു ഇടപെടൽ, കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഒരുപാട് കാലമായി അവർ പറയുന്ന കുടിവെള്ള പ്രശ്നമുണ്ടെന്ന്. പക്ഷെ സാഹചര്യം, കുട്ടികളുടെ അടക്കം സാഹചര്യം ഇതാണ്. പലർക്കും സ്കിൻ ഡിസീസും അത്തരം രോഗങ്ങളും ഒക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നതെന്നുള്ളതാണ് നമുക്ക് ഈ ആളുകളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിപ്പോ നിൽക്കുന്ന എത്രാം വാർഡാ? ഈ സൈഡ്, വഴിയുടെ ഈ സൈഡ് 4, അപ്പുറം 3. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന 3-ലാണല്ലേ? എന്താ ഇവിടുത്തെ അവസ്ഥ? എന്താ? ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ ഇവിടെയും വെള്ളമില്ലാതായിട്ട് 13 ദിവസത്തോളമായി. ഈ മിനറൽ വാട്ടറാണ് കുടിയും കഞ്ഞികയും എല്ലാം ഇപ്പം കുറച്ച് ദിവസമായിട്ട്. വില കൊടുത്താൽ പോലും മറ്റേ ആ വലിയ ബോട്ടിലിന്റെ വെള്ളം കിട്ടാനില്ല. വണ്ടി കയറി വരാത്ത കാരണം വെള്ളം കിട്ടാനില്ല. ഈ സമയത്ത് ഡിമാൻഡല്ലേ, വെള്ളമില്ല. നിങ്ങൾ ഈ 20 രൂപ കൊടുത്ത് വെള്ളം വാങ്ങിയാണോ? ഈ മിനറൽ വാട്ടറിന്റെ കുപ്പികൾ വാങ്ങിയാണോ? വലുത് മേടിച്ചാണ് ഉപ്പും കുടിച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസം ഇലക്ഷൻ അന്നൊക്കെ മേടിക്കുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ ഇത്രയും രൂക്ഷമായിട്ട് എത്ര നാളായി? ഇപ്പം 13 ദിവസമായിട്ട് തീരെ ഇതായി. ഈ പഞ്ചായത്തിലെ അധികൃതരൊക്കെ നിങ്ങൾ ഈ പരാതി അറിയിക്കുന്നില്ല? പറയാവുന്നവരോടൊക്കെ പറയുന്നുണ്ട്, മെമ്പർ ഇതിലേ പോകും പറയുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാനായിട്ടല്ല, അപ്പുറത്തെ വീട്ടിലെ പുള്ളി, ഇതിന്റെ ഒരു ചാർജുകാരനൊരു പുള്ളിയുണ്ട്, വേറെ എങ്ങാണ്ട് സ്ഥലത്തുള്ള പുള്ളിക്കാരനെ കൊണ്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഈ 6-ന് അക്കരെ നിക്കരയ്ക്ക് വരുന്ന ലൈൻ വേണ്ട പൊട്ടിക്കിടക്കുമെന്ന് വേണ്ട പറഞ്ഞത്. അക്ഷയ തൃതീയ വീട്ടമ്മമാരാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. എങ്ങനെയുണ്ട് അവസ്ഥ? എങ്ങനെയുണ്ട് ഇവിടെ? വെള്ളം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് കുളിക്കാൻ പോകാനോ അല്ലെങ്കിൽ തുണി നനയ്ക്കാനോ. ഇപ്പോൾ ആറ്റിൽ ഉപ്പുവെള്ളമാണ്, ഞങ്ങൾക്ക് പൈപ്പ് വെള്ളം ഞങ്ങൾ കുറച്ചൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം വെള്ളം ഇല്ലാതാകുന്നത് ഒരു ആദ്യത്തെ സംഭവം. ഇത്ര നീണ്ടു പോകുന്നത് അല്ലേ? ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വെള്ളം വരേണ്ടതാണ്. അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെള്ളം കിട്ടുന്ന. പക്ഷേ ഇത്രയും ദിവസം നീണ്ടു പോകുന്ന കാരണം ശേഖരിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഞങ്ങളെല്ലാം എടുത്തു. ആറ്റിലെ വെള്ളത്തിനും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉപ്പ് അത് ഭയങ്കര ഉപ്പാണ്. ചെറിയ ഉപ്പാണെങ്കിലും ഞങ്ങൾ കുറേ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ഈ ആറ്റിലെ വെള്ളം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ശരീരം എല്ലാം അങ്ങ് ചൊറിഞ്ഞു പൊട്ടുക. കണ്ടോ പൈപ്പ് വെള്ളം പിടിച്ചു വെച്ചിരുന്ന ഇപ്പം വെള്ളമില്ല, തീർന്നു. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ആറ്റിലെ വെള്ളം, പിന്നെ കുടിക്കാനൊക്കെ കടയുള്ളതുകൊണ്ട് കുടിവെള്ളം അതിനകത്തുനിന്ന് എടുക്കുമായിരുന്നു. വിലയ്ക്ക് മേടിക്കുന്ന വെള്ളം ഉപയോഗിക്കുക. കുളിക്കാനും വസ്ത്രം, ഈ കനാലിലെ വെള്ളവും കായലിലെ വെള്ളം മൊത്തം ഉപ്പാണല്ലേ? അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല, നമുക്ക് വെള്ളമില്ല. അത് ആറ്റിലെ വെള്ളം, അത് ഞങ്ങൾ ഒന്നിനും എടുക്കുന്നില്ല. അത് ഉപ്പായതുകൊണ്ട്. കാരണം ദേഹത്തൊഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഉപ്പുവെള്ളം കുടിക്കുവാണ്? അല്ല, എന്നാ എടുക്കും? പിന്നെ പച്ചവെള്ളം നല്ല വെള്ളം കടിക്കാൻ കിട്ടാനില്ല, മഴയില്ല. ഉപ്പുവെള്ളമാണ് കുടിക്കുന്നത് നിങ്ങള്? അത്യാവശ്യം കുടിക്കും. വെള്ളമൊക്കെ എടുത്തോണ്ട് വരാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല. ഞാൻ പണം എടുത്തോണ്ട് വരും. പൈപ്പ് വഴി വെള്ളം വരുന്ന, വെള്ളം ഇല്ലാതായിട്ട് 6-7 ദിവസമായി. 6-7 ദിവസമായി. 7-8 ദിവസമായി. ഉപ്പുവെള്ളമാണോ ഇപ്പൊ നിങ്ങൾ കുടിക്കാനായിട്ട് തിളപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? പിന്നെ മഴവെള്ളം ഉള്ളിടത്തോളം ചെന്ന് ചോദിച്ച് അവർക്ക് വേണ്ടിയിട്ട് അവരും തരുന്നതല്ലേ നമുക്ക് കൊണ്ടുവരാനൊക്കെ ഉള്ളു. ഒരു ശേഖരിച്ച് വെച്ചിരിക്കുന്നവര് മഴവെള്ളമൊക്കെ.
അതെല്ലാവരും ഒന്നും തരത്തില്ല, എല്ലായിടത്തും ഞാൻ ചോദിക്കാനും പറ്റുകയില്ല. തരാത്തവരും ഉണ്ട്, തരുന്നവരും ഉണ്ട്. അതാണ് പ്രായമായവർ ഉൾപ്പെടെ ഈ പ്രതിസന്ധി വലിയ തോതിൽ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രായമല്ലേ, 2 പേർക്കും പ്രായമാണ്. എനിക്ക് 70 വയസ്സുണ്ട്, പുള്ളിക്ക് 82 വയസ്സുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? നടക്കാൻ പോലും എനിക്കാവതില്ല. അതാണ്, അത്ര രൂക്ഷമാണ് സാഹചര്യങ്ങൾ. എന്തായാലും പഞ്ചായത്തിനോട് നമ്മൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കണം. എന്തായാലും വെള്ളമില്ല എന്നുള്ള പ്രതിസന്ധി അതിരൂക്ഷമാണ് ഇവിടെ. ഇപ്പൊ ഒരു 10-15 ദിവസമായെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇച്ചിരി വെള്ളം എനിക്ക് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പൈപ്പ് കണക്ഷൻ ഉള്ള ആളാണ്. അതുകൊണ്ട് ഇല്ലാത്തവർക്ക് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഊറ്റി കൊടുത്തു. ഇപ്പോഴും ശകലം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ദൂരെ എങ്ങും പോകാൻ മേലായിട്ട് ഇപ്പത്തെ അക്കരെ പോയിരിക്കും. അതേ അതുങ്ങൾ കന്നാസുമായിട്ട് എത്ര ദിവസമാണെന്നറിയാം നടപ്പ് തുടങ്ങിയിട്ട്. അവർക്ക് വെള്ളം സൂക്ഷിക്കാൻ സ്ഥലമില്ല. അവരുടെ ചവിട്ടി പൈപ്പുണ്ട്, വെള്ളം വരാതെ കണ്ട് എന്നെ എടുക്കും. അവിടെയും പരാധീനങ്ങളുള്ളതാ. ഞങ്ങൾ പിന്നെ 2-3 പേരേ ഉള്ളൂ. ഞങ്ങൾക്ക് വെള്ളം കുറച്ച് മതി. അതുപോലെ ഈ പരാധീനമുള്ളിടത്ത് വെള്ളം വന്നില്ല എന്ത് ചെയ്യൂ? ഞങ്ങളുടെ വീട്ടിലൊരു എൻ്റെ ചേട്ടൻ്റെ മകൻ്റെ ഒരു ചെറിയ കൊച്ചുണ്ട്. ആ കൊച്ചിൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് തണുത്തിരിക്കുവാണ്. നമുക്ക് കണ്ടാൽ സങ്കടം വരും. ആ കൊച്ചു ദിവസങ്ങളായി ഈ ഉപ്പുവെള്ളത്തിലാണ് ആ കൊച്ചിനെ കൊളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കൊച്ചിന് ചൊറിച്ചിൽ കൊണ്ട് അതിന് വയ്യ. അതിൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടിയതുപോലെ ഇരിക്കുന്ന. ഞങ്ങൾക്ക് വിഷുവിന് മുന്നേ ഞങ്ങൾക്ക് വെള്ളം വന്നാൽ ഇതുവരെ പിന്നെ ഞങ്ങളുടെ പൈപ്പിൽ എങ്ങും വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുമാണ്. ഞങ്ങൾ പണം കൊടുത്ത് വെള്ളം മേടിക്കേണ്ട ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ സാഹചര്യം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമൊന്നും ഇല്ലാത്തവരാണ്. ഞങ്ങൾ ഈ പഞ്ചായത്ത് പൈപ്പിൽ തന്നെ വെള്ളം ഉപയോഗിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതുമില്ലാതെ ഇപ്പോൾ ഈ ആറ്റിലെ വെള്ളമെന്ന് പറഞ്ഞാൽ 2-3 ആഴ്ചയായിട്ട് ഉപ്പിലാണ് കിടക്കുന്നത്. ഭയങ്കര ഉപ്പാണ് ആ വെള്ളത്തിന്. ആ വെള്ളം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഞങ്ങൾക്ക് ഒരു ചായ തിളപ്പിക്കാൻ പോലുള്ള വെള്ളത്തിലുള്ള വഴിയില്ല. കുടിവെള്ളം വേണമെങ്കിൽ ഇവിടുന്ന് പൈപ്പ് പോകണ്ടേ? ഒരുത്തിനും മറത്തില്ല. ഒരു കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടാനില്ല. വെള്ളമുണ്ടോ? വെള്ളം പൈപ്പിന് മിസ്റ്റേക്കായിട്ട് കിടക്കല്ലേ. ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയേ ഉള്ളൂ. രണ്ടുപേരും പ്രായമായവരാണോ? പ്രായവര്. നിങ്ങൾക്ക് പോയി വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? പോയി വെള്ളം എടുക്കാൻ പറ്റുന്നവരാണോ? അല്ല. ഇവിടെ വെള്ളത്തിന് എന്താ ചെയ്യുക നിങ്ങള്? മഴവെള്ളം എടുക്കും. മഴവെള്ളമാണ് സംഭരിക്കുന്നത് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയില്ലാതെ നല്ല മഴ, ഇതെല്ലാം വെള്ളമാണ്. മഴവെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നതാണ്. മഴവെള്ളം പിടിച്ചു വെച്ചിരിക്കുക. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ ഉള്ളത്. 2 പേരും പ്രായമായുള്ളവരാണ്. ഈ ബക്കറ്റ് കണ്ടാൽ അറിയാം, ഇന്നലെ പെയ്ത മഴയിൽ സംഭരിക്കാനായി അവര് വെള്ളം സംഭരിക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. തൽക്കാലം ഞങ്ങൾ ഈ ഉപ്പുവെള്ളത്തിൻ്റെ അത് എല്ലാ കാര്യങ്ങളും നടത്തുന്നു. അല്ലാതെ നമുക്ക് കുടിവെള്ളം നല്ല പ്രിയമായിട്ടുള്ളൊരു വെള്ളം നമുക്ക് കിട്ടാനുള്ള വളരെ ചാൻസ് വളരെ കുറവാണ്. ഇവർ ആഴ്ചകളായി ഏണ്ടൊക്കെ ഒരു 7 ദിവസത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ പഞ്ചായത്തുകാരോ ഇവിടുത്തെ മെമ്പർമാരോ അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ മുഖ്യമന്ത്രിയോ അല്ല നമ്മുടെ MLA-മാരോ ഇതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടില്ലെന്നാണ് സത്യം. അതാണ് ഈ വെള്ളം എവിടെ നിന്നാണ് ചേച്ചി എടുത്തോണ്ട് വരുന്നത്? എവിടുന്ന ഇപ്പൊ 2 ഇതിൽ ക്യാൻ നിറച്ച് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അറിയത്തില്ല. അക്കര ഒരു വീടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ CK സദാശിവന്റെ വീട്ടിൽ വെള്ളം MLA-യുടെ വീട്ടിൽ വെള്ളം ഫിൽറ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. ചിലപ്പോൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നതായിരിക്കാം. നമ്മൾ കണ്ടില്ല എവിടുന്നാ കൊണ്ടുവന്നത്. വെള്ളത്തെ ആ വീടുകളിൽ നിന്ന് ഞങ്ങൾ 1 രൂപ പൈസയ്ക്കാണ് ഞങ്ങൾ ഈ വെള്ളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പല വീട്ടിലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾ പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ഈ ഉപ്പുവെള്ളത്തിൽ കുളിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണം നമ്മൾ എങ്ങനെ അടിച്ചാലും 10 രൂപയുടെ വെള്ളം വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. കടലിൽ കൊണ്ടുവന്നൊരു ഒരു കൈക്കുഞ്ഞിനെ കൊണ്ടുവന്ന് കുളിപ്പിച്ചോണ്ട് വരുമോ? ഈ തണ്ണീർമുക്കം തുറന്നതും ആ തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ടാണോ ഇപ്പോൾ ഒരു വെള്ളം ഭയങ്കരമായി കയറുന്നത്? ഒരു വെള്ളം കയറണം. ഇത് കുട്ടനാടിന്റെ ഒരു അത്യാവശ്യമാണ്. ഈ ഒരു വെള്ളം കയറുന്നതിൻ്റെ അകത്തൊരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പം കുടിവെള്ളത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത്രയും കാലമുള്ളവർക്ക് ഇവരെ കൊണ്ട് ആ മോട്ടർ മാറി വെക്കാനോ ആ സെക്ഷൻ ഒന്ന് സെറ്റപ്പ് ചെയ്യാനോ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. അവർ സാധിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ വെള്ളം കിട്ടാനുള്ള കേസ് കെട്ടി ഉള്ളു. ഇത് ഉദാസീനയാണ്. ഇത് ഉദാസീനതയാണ് ഉദ്യോഗസ്ഥരുടെ തോന്നുന്നുണ്ടോ? പിന്നെ അല്ലാതെ പിന്നെ എന്ത് ഗതികേടാ ഇത്? അവരുടെ ഉദാസീനതയായി മുഴുവനും ഇവിടെ. അല്ലാതെ അവരൊക്കെ കറക്റ്റാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കത്തില്ല.
നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കൈനഗിരി പഞ്ചായത്തിലേക്ക് വെള്ളം നൽകുന്ന കുടിവെള്ള സംഭരണിയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ പമ്പ് ചെയ്ത വെള്ളം നിറച്ച ഈ പ്രദേശങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തേണ്ടതാണ്. പക്ഷേ 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് പമ്പ് ചെയ്യാറുണ്ടായിരുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ 10 ദിവസമായി ഈ ജലസംഭരണിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. ഈ കുടിവെള്ള പ്രശ്നത്തിൽ അധികൃതർ എന്ത് വിശദീകരണമാണ് നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അവരോട് ചോദിച്ച് കാര്യങ്ങൾ അറിയാം. കൈനഗിരി പഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ നമ്മൾ പ്രദേശത്തേക്ക് പോകുമ്പോൾ വലിയ രൂക്ഷമാണ് കുടിവെള്ള പ്രശ്നം. 10 ദിവസമായി കുടിവെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്താ ഒരു അവസ്ഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഏകദേശം ഒരാഴ്ചയായിട്ടുള്ള കൈനഗിരിയിലെ പ്രശ്നം രൂക്ഷം തന്നെയാണ്. കാര്യം വെച്ചാൽ കൈനഗിരിയിലെ പൈപ്പ് ലൈൻ വഴിയുള്ള കുടിവെള്ള വിതരണം ഏകദേശം മുടങ്ങിക്കിടക്കുകയാണ്. അത് ജലാശയങ്ങൾ മുഴുവൻ ഒരു വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് മറ്റു യാതൊരു സാധ്യതകളുമില്ല. അപ്പോൾ തണ്ണീർമുക്കം ബണ്ട് തുറക്കേണ്ട ഘട്ടത്തിൽ തുറക്കുമല്ലോ. തുറക്കുന്ന ഇനിയിപ്പം കാലവർഷത്തിന്റെ ശക്തി പ്രാപിച്ച് ആ ഒഴുക്കിലെ ഒരു വെള്ളം പോകത്തുള്ളൂ. അപ്പം ജനുവിനാണ് പ്രശ്നം. വളരെ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമുണ്ട്. ആ കുടിവെള്ള പ്രശ്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മുണ്ടക്കൽ വാട്ടർ ടാങ്കിലോട്ട് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പിംഗ് മെയിനിൽ 40 വർഷം പഴക്കമുള്ള കാസ്റ്റ് അയണാണ്. അത് നിരന്തരമായിട്ട് പൊട്ടുന്നുണ്ട്. ആ പൊട്ടുന്നതിന്റെ പ്രശ്നമുണ്ട്. അതുകൂടാതെ ഇപ്പം നമ്മൾ ഈ ഭൂഗർഭജലത്തിന്റെ അളവിൽ വലിയ കുറവ് വരുന്ന കാരണം നമ്മൾ ഈ പമ്പിന്റെ കണ്ടീഷനും മോശമാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് തകൃതിയായിട്ട് മെയിൻ്റനൻസ് നടക്കുകയാണ്. പിന്നെ ജലവിഭവ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഇതുപോലുള്ള വിഷയങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തിനകത്ത് വലിയ വിമർശനമുണ്ട് ഞങ്ങൾക്ക്. അത് സമയാസമയങ്ങൾ ഇടപെട്ട് പരിഹരിക്കേണ്ട പ്രശ്നം പരിഹരിക്കുന്നില്ല. പഞ്ചായത്ത് ബന്ധപ്പെട്ടിരുന്നോ? ഇപ്പോൾ 10 ദിവസം വെള്ളമില്ലാതെ നിൽക്കുന്ന പറഞ്ഞാൽ അവർ പറയുന്നത് കുളിക്കാൻ പോലും വെള്ളമില്ല. കാരണം കുട്ടികളെ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഈ ഒരു വെള്ളം കയറിയിരിക്കുന്ന ഉപ്പുവെള്ളം ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കറിയാം, ഒന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. ദൈനംദിന കാര്യങ്ങൾ വലിയ പ്രതിസന്ധി ആയിക്കൊണ്ടിരിക്കുക. എന്താണ്, എത്ര ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? പഞ്ചായത്ത് നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. പഞ്ചായത്ത് നിരന്തരം ബന്ധപ്പെട്ടാൽ അതിനോടൊരു പോസിറ്റീവ് റെസ്പോൺസ് ഒട്ടുമുക്കാലും സമയത്തും ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഇറിഗേഷൻ ഇപ്പോൾ അവർ 2 ദിവസത്തെ അവധിയാണ് പറഞ്ഞത്. ഇന്നലെ ഇന്നുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നാളെ തൊട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് വിശ്വാസത്തിലെടുക്കുകയാണ്. അത് വിശ്വാസത്തിലെടുത്തിട്ട് നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യാൻ ആവശ്യമുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കെട്ടുവള്ളങ്ങളിൽ വെള്ളം കൊടുക്കുന്ന സംവിധാനം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വ്യാപകമായിട്ട് വെള്ളമില്ലാതെ വന്നതോടുകൂടി കെട്ടുവള്ളം വളരെ ഷോർട്ടേജാണ്. ആ പണിക്ക് പോകാനും ആളുകൾ വളരെ കുറവാണ്. ചൂടിനിറങ്ങാത്തത് മാത്രമല്ല, അങ്ങനെയുള്ള പണി ഇപ്പോൾ ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം 5-6 വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോൾ പഞ്ചായത്തിലെ 15 വാർഡുകൾക്കുള്ളത്. പല തോടുകളിലും കയറാൻ പറ്റുന്നില്ല. അവിടെ പോളയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പം ജനങ്ങളുടെ പ്രശ്നം ജനുവിനാണ്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും അവരുടെ ആവലാതികളും വളരെ ജനുവിനായിട്ടുള്ള കാര്യമാണ്. പരിഹരിക്കാൻ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ട്. വാട്ടർ അതോറിറ്റി അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അദ്ദേഹം പറയുന്നത് 2 ദിവസത്തിനുള്ളിൽ ഇത് പരിഹരിക്കപ്പെടും എന്നാണ് പറയുന്നത്. എന്തായാലും പള്ളാത്തുരുത്തി ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വെള്ളം പമ്പ് ചെയ്യുന്നത്. ആ പ്രശ്നം ഇപ്പോൾ പമ്പിങ്ങിലുള്ള പ്രശ്നം 2 ദിവസത്തിനുള്ളിൽ പരിഹരിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും 10 ദിവസമായ അതിരൂക്ഷമായ സാഹചര്യത്തിലൂടെയാണ് കുട്ടനാട്ടിലെ പ്രത്യേകിച്ച് കൈനഗിരി മേഖല കടന്നുപോകുന്നത്.